ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലായ്, ഗാമി ഉൾപ്പെടെ 5 പേരുടെ കൊലപാതകം ചെയ്ത അഫാന്റെ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഈ അമ്മ ഇപ്പോഴും പറയുന്നത് മകൻ കുറ്റക്കാരനല്ല, കട്ടിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. പലരും അതിനെ മാതൃത്വത്തിന്റെ മഹത്തരമായിട്ടൊക്കെ ചിലരെങ്കിലും വാഴ്ത്തുന്നുണ്ട്. എല്ലാവരും ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ മക്കളായാലും ശരി, ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നതിന് പല തെളിവുകൾ നമുക്ക് മുന്നിൽ നേരത്തെ ഉണ്ട്. ഇവർ ഈ മകനെ ഇപ്പോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു മകൻ ആ സ്നേഹത്തിലുപരി മറ്റെന്തെങ്കിലും, കാരണം മകനെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നതിൽ ഈ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പൊ ശ്രീലേക്ക് എന്ത് തോന്നുന്നു ഇതിൽ? പ്രീത, കഴിഞ്ഞ കുറെ ദിവസമായി നമ്മൾ ഈ വിഷയം പല രീതിയിലായിട്ട് ചർച്ച വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഈ അമ്മ ഇപ്പോഴും മകനെ ഒറ്റിക്കൊടുത്തിട്ടില്ല, അമ്മയ്ക്ക് മകനോട് സ്നേഹമാണെന്ന തരത്തിലുള്ള പല കമന്റുകളും ഞാൻ കാണാനിടയായി. യഥാർത്ഥത്തിൽ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ അവരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ അച്ഛനെ അമ്മയാണ് നമ്മൾ സമൂഹത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഇപ്പൊ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഒക്കെ നമ്മളിപ്പോ അച്ഛനുണ്ടായതാണോ അല്ലെ അമ്മയ്ക്കുണ്ടായതാണോ, നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ അർത്ഥം ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെയാണ്. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആകണം. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ നല്ല ഗുണങ്ങൾ അവരിലേക്ക് സംശീകരിക്കണം, അല്ലെങ്കിൽ അവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും അമ്മയൊക്കെ ഒക്കെ ചേർന്ന കൂട്ടുകുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കുട്ടികൾ പലപ്പോഴും ടിവിയിലും ഇന്റർനെറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ഗെയിമുകളിലും ഒക്കെ ആയി പോവുകയാണ്. ചില മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ കാണാറുണ്ട്. മാതാപിതാക്കളൊക്കെ ഈ ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നു, 3 വയസ്സുള്ള കുട്ടി ഫോൺ എടുക്കും, ആ ഫോൺ എടുത്തിട്ട് പിന്നെ എല്ലാത്തിലും പോകും, അവര് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യും, ഗെയിം കളിക്കും, അവർക്കെല്ലാം അറിയാം, അതെന്തോ ടെക്നോളജിക്കലി വലിയ കാര്യമാണ് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്കറിയാമായിരുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ചെന്നാൽ ആദ്യം ശിക്ഷ കിട്ടുന്നത് എനിക്കാണ്, അല്ലാതെ മറ്റൊരാൾക്കല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ, ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോൾ എന്നെ ഒരാൾ വായി നോക്കി അല്ല അവിടെ നിൽക്കുന്നു, സ്ഥിരമായി ഞാൻ പോകുന്നിടത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം മോൻ കൂടി നോക്കിയിട്ടല്ലേ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടില്ല, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് അറിയാമായിരുന്നു നമുക്കൊക്കെ. എനിക്ക് പറയാനുള്ള മറ്റൊരു ഉദാഹരണം, എന്റെ മകൾ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ ക്ലാസ് ലീഡറാണ്. അപ്പോ ഒരു ദിവസം വന്നിട്ട് എന്നോട് വളരെ സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞു, അമ്മ, ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരി, എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളുടെ പേര് ഞാൻ ഇന്ന് അവള് വർത്താനം പറയാതെ പേരെഴുതി കൊടുത്തു, അധ്യാപകനെ കൊണ്ട് അടി വാങ്ങിപ്പിച്ചു കൊടുത്തു. അപ്പോ ഇത് കേട്ട മാത്രമേ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ എന്റെ മകളോട് ചോദിച്ചു, നീ ചെയ്യാത്തൊരു തെറ്റിന് നിന്നെ ഒരാൾ ശിക്ഷിച്ചാൽ നിനക്ക് മനപ്രയാസം ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, തീർച്ചയായും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, അത് തന്നെ ആവില്ലേ ഈ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അപ്പൊ അവള് പറഞ്ഞു, അത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പൊ എന്റെ മകൾ എന്നോട് മൊബൈലിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ലാൻഡ് ഫോൺ ഉണ്ട്. ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു, അമ്മയ്ക്ക് കേൾക്കണം, മോൾ ഈ ലാൻഡ് ഫോണിൽ ആ കുട്ടിയെ വിളിക്കണം. അവളൊരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഈ ലാൻഡ് ഫോൺ ഒക്കെ ഉണ്ട്, ഇത് കേൾക്കുമ്പോൾ ഇനി ആരെങ്കിലും വേണമെങ്കിൽ പറയുന്ന CBSE സ്കൂളിലാണ് പഠിച്ചത്, കോട്ടയത്തെ പ്രശസ്തമായ സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ലാൻഡ് ഫോൺ ഉണ്ട്, അവിടെയും ലാൻഡ് ഫോൺ ഉണ്ട്. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോനെ, ലാൻഡ് ഫോണിൽ അമ്മയ്ക്ക് കേൾക്കണം, അമ്മ മോനെ ആ കുട്ടിയെ വിളിക്കൂ എന്ന് പറഞ്ഞു. അവരുടെ അമ്മയുടെ ആ വീട്ടിലേക്കോ ലാൻഡ് ഫോണിലേക്കോ ആണെന്ന് തോന്നുന്നു. കുട്ടി, എന്റെ മകൾ ഉടൻ തന്നെ വിളിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ ക്ഷമ പറയണം, നീ ചെയ്ത വലിയ തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യാതെ ഒരാളെ നമ്മൾ ശിക്ഷിക്കാനുള്ള ഒരു അവസരം ഒരു കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല. 2 തെറ്റാണ് നീ ചെയ്തത്. ഒന്ന്, ഒരു കുട്ടി തെറ്റ് ചെയ്യാതെ അവരെ ശിക്ഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി. ഒന്ന്, നീ കള്ളം പറഞ്ഞു നിന്റെ അധ്യാപകനോട്. ഇത് 2ഉം തെറ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ അതിന് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. എന്റെ മകൾ അത് ക്ഷമ പറഞ്ഞു, അത് തിരുത്തി. ഇനി ഒരിക്കലും അത് ചെയ്യരുത് എന്ന കുട്ടിക്ക് ഞാൻ കൊടുത്ത ബോധ്യമാണത്. അല്ലാതെ എന്റെ കുട്ടി ചെയ്തോ, ചില മാതാപിതാക്കളുണ്ട്, നീ അങ്ങനെ ചെയ്തോ, എങ്കിൽ നന്നായി എന്ന് പറയുമ്പോൾ നാളെ ഈ കുട്ടി ഇതിലും വലിയ ക്രൈം ചെയ്യാൻ നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. ഇപ്പൊ വഴക്കൊക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ, ഞാനും പ്രീതിയും ഉൾപ്പെടുന്ന ആ തലമുറയൊക്കെ, നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ അടി വാങ്ങിക്കുകയോ, ചെറിയ അടികൾ, ഈ വലിയ അടികളല്ല കേട്ടോ, ചെറിയ തട്ടോ മുട്ടോ അടിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന്, അമ്മ അവൾ എന്നെ അടിച്ചു, അല്ലെ അവൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ എടുത്തിരുന്ന ഒരു ശൈലിയുണ്ട്, സാരമില്ല, നമുക്ക് ചോദിക്കാം, ഞാൻ നാളെ ചോദിക്കാം മോനെ, അല്ലെങ്കിൽ പോട്ടെ, സാരമില്ല, ദൈവം കൊടുത്തോളൂ,
ഇതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ ഇന്ന് കുട്ടികളൊക്കെ ഒരു കുട്ടിയും പിന്നെ രണ്ട് കുട്ടികളും ഒക്കെ ആയ വീടുകളിലൊക്കെ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കര ഈഗോയാണ്. എന്റെ മകൻ മറ്റെല്ലാവരെക്കാട്ടിലും മികച്ചു നിൽക്കണം, അത്തരത്തിലുള്ള ഈഗോകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഈഗോകളൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആരെങ്കിലും നിന്നെ നിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത്, നിന്നെ അടിച്ചെങ്കിൽ നീ അവനെ കൊന്നേച്ച വീട്ടിൽ കയറാവൂ എന്ന് പറയുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് ഈ ക്രിമിനൽ മെന്റാലിറ്റി കുട്ടികളിൽ വളർത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ മെന്റാലിറ്റികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ 2K കിഡ്സ് വലിയ പ്രശ്നക്കാരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. 2K കിഡ്സ് എന്നല്ല, എല്ലാ തലമുറയിലും എല്ലാ കുട്ടികളും പ്രശ്നക്കാരാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശ്രദ്ധിക്കുകയും മാതാപിതാക്കൾക്കൊക്കെ കുറച്ചുകൂടി ഒരു നമുക്കറിയാമല്ലോ, ഒരു സ്വഭാവത്തിൽ കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത മാതാപിതാക്കളായിരുന്നു നമുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ തലമുറയിലേക്ക് നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുമായിരുന്നു, ചൊല്ലും ചോറും കൂടി കൊടുക്കണം. അതിന്റെ അർത്ഥം ആഹാരം കൊടുത്താൽ മാത്രം. നമ്മുടെ മാതാപിതാക്കൾ, ഇപ്പോഴത്തെ മാതാപിതാക്കൾ മെറ്റീരിയലിസ്റ്റിക് ആയി കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് മാനസിക ധൈര്യം പകർന്നു കൊടുക്കുന്നതിൽ, അവരെ നന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നതിൽ, അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ആ പറഞ്ഞു കൊടുക്കലില്ലാത്തതാണ് പലപ്പോഴും. ഇപ്പോ എന്റെയൊക്കെ വീട്ടിൽ എന്റെ അച്ഛനൊക്കെ എന്നും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി, ഏതെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു എല്ലാ ദിവസവും. അപ്പൊ അതിലെ ശരിതെറ്റുകൾ, അതിലെ വിഷയങ്ങൾ, എന്താണ് അവിടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ഗുണമായിരിക്കാം ഇന്ന് സമൂഹത്തിൽ ക്രൈമിലോ അല്ലെങ്കിൽ മറ്റൊന്നിലും ഒക്കെ ഇടപെടാതെ നമ്മളൊക്കെ ഇത്രയെങ്കിലും ഒക്കെ നന്നായി ജീവിക്കുന്നതിന് ഒരു കാരണം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ ഈ 2000 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, 2K കിഡ്സ് ഒക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൊന്നും കാര്യമില്ല. എന്റെ വീട്ടിലൊക്കെ കുറെ കുട്ടികളുണ്ട്. എന്റെ വീട്ടിലും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഒക്കെ കുട്ടികളുണ്ട്. അപ്പോ ആ 2K കിഡ്സ് ഒക്കെ പ്രശ്നക്കാരൊന്നുമല്ല. അവരൊക്കെ മര്യാദക്കൊക്കെ, കാരണം നമ്മൾ അവരെയൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണിക്കുന്ന കണ്ടാണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴും വളരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൈമിലൊന്നും പെടാതെ, നമ്മൾ അത്തരത്തിലുള്ള വാസനകളിലേക്കൊക്കെ പോകാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ അത്തരത്തിലൊക്കെ വളർത്തുന്നതുകൊണ്ട് ഇതുവരെ ദൈവം സഹായിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതൊക്കെ മര്യാദക്കൊക്കെ എല്ലാം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകളുടെ എഫക്റ്റ് നമുക്കുണ്ടാക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്. കുട്ടികളൊക്കെ ഈ ഗെയിം കളിക്കുമ്പോൾ, ഗെയിമിലൊക്കെ എല്ലാ ഗെയിമുകളും വെട്ടി 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 മനുഷ്യരെ വെട്ടി കടന്നു പോകുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിമുകളൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അപ്പോ പിന്നെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നമായി വരുന്ന രാസലഹരിയുടെ ഒക്കെ ഉപയോഗമാണ്. ഈ രാസലഹരിയുടെ ഒക്കെ ഉപയോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, പല ഘട്ടങ്ങളിലും നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ മദ്യപിക്കുമായിരുന്നോ, മാതാപിതാക്കളൊക്കെ മദ്യപിക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കുടുംബത്തിനകത്ത് ഒന്നും ഉണ്ടാവാറില്ല. അഥവാ ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞ ശതമാനമായിരിക്കും. അത്തരത്തിലുള്ളവർ ചിലപ്പോൾ അച്ഛൻ മദ്യപിച്ചിട്ട് വന്നാൽ ഭാര്യ അറിയുമെന്നതിനപ്പുറത്തേക്ക് മക്കൾ പോലും അറിയാത്ത കുടുംബങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഈ പുരോഗമനത്തിന്റെ ഭാഗമായി അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒന്നു ചേർന്നിരുന്ന് മദ്യപിക്കുകയാണ്. കുട്ടികൾ ഒരു പടി കൂടി കടന്ന്, ഈ മദ്യപിക്കുന്നവരുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെ മക്കൾ ഒരു പടി കൂടി കടന്ന് രാസലഹരിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊന്നും നമുക്ക് ചെറുക്കാൻ കഴിയില്ല. അപ്പൊ ഈ 2K കിഡ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ വളർത്തുന്ന അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നൊരു പേരന്റിങ്, ആ പേരന്റിങ് വളരെ പ്രശ്നമുള്ള പേരന്റിങ് ആയതുകൊണ്ടാണ് പല കുട്ടികളും അത്തരത്തിൽ എത്തപ്പെടുന്നത്. അതിന് നമുക്ക് ജോലി ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി ഉണ്ടെങ്കിലും നമുക്ക് അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും, എനിക്കറിയാം പല ജോലിയുള്ള അമ്മമാരെ. എന്റെ ഒരു സുഹൃത്തിന്റെ മകൾ, അവൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. സുഹൃത്തിന്റെ മകൾ ഒരു 17-18 വയസ്സുണ്ട്, ഒരു ഹോസ്റ്റലിലേക്ക് മാറി. ആ ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ അവൾ വലിയ പ്രശ്നക്കാരിയാവോ ഹോസ്റ്റലിൽ എത്തുമ്പോൾ. ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവൾ വീട്ടിലെത്തില്ല, ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുന്നു, അമ്മയോട് ബഹളം വെക്കുന്നു, സഹോദരനോട് ബഹളം വെക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അച്ഛനോടും അമ്മയോടും ഒന്നും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പെരുമാറുന്നു. ഇത്തരത്തിലുള്ള രീതിയൊക്കെ കണ്ടപ്പോൾ ഇവൾ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ നിന്റെ മകളെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യൂ, എന്തോ കുഴപ്പമുണ്ട്, എന്തോ ഒരു പ്രശ്നം ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അത് വളരെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുകയും ആ കുട്ടിയെ ജീവിതത്തിലേക്ക്, അതിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നത്തിൽ നിന്ന് മറികടന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിക്കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ അറിയുന്നതാണ്, ഓരോ അമ്മമാരും അവരുടെ കുട്ടികളെ അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടികളൊക്കെ പറയും, ചില കുട്ടികൾ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ക്രെഡിറ്റായി പറയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അച്ഛനും അമ്മയും വഴക്ക് പറയുന്നതിനെ മോശമായി ചിന്തിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും വഴക്ക് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് കുട്ടികൾക്ക് ബോധ്യമാകണം. ആ ബോധ്യമില്ലാതെ പെരുമാറുന്ന ചില കുട്ടികളുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്റെ കുട്ടിയെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതൊരു ക്രെഡിറ്റായി, അതാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന. അല്ല,
സ്നേഹത്തിന്റെ മാനദണ്ഡം ഒരിക്കലും വഴക്ക് പറയാത്തതോ അല്ലെങ്കിൽ കുട്ടികളെ ശകാരിക്കാത്തതോ ഒന്നുമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം. സ്നേഹമുണ്ടെങ്കിൽ കുട്ടികൾ കാണിക്കുന്ന തെറ്റുകൾ പറഞ്ഞു തിരുത്തി അവരെ നല്ല സിറ്റിസൺസ് ആക്കി സമൂഹത്തിൽ ഏറ്റവും മികച്ച പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ കടമ. അതിൽ നിന്ന് വരുന്ന ഓരോ വ്യതിയാനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരുന്ന ഓരോ വ്യതിയാനവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം വലിയ സ്ത്രീവിരുദ്ധന്മാരെയൊക്കെ കാണാറുണ്ട്. ആ അമ്മയുടെ കുഴപ്പമാണ് അത്തരത്തിലൊരു സ്ത്രീവിരുദ്ധനെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് അമ്മയുടെ കുഴപ്പമാണ്, യാതൊരു സംശയവുമില്ല. എനിക്കറിയാം അത്തരത്തിലുള്ള ചില സ്ത്രീവിരുദ്ധന്മാരെ. വീട്ടിൽ നിന്ന് സ്ത്രീകൾ വകവെക്കാത്ത അല്ലെങ്കിൽ ഒരു പുരുഷൻ ഭയങ്കര സ്ത്രീവിരുദ്ധ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും മര്യാദ പഠിപ്പിക്കാൻ പോകും. അവന്റെ ഭാര്യ അവനെ എടുത്തിട്ട് അടിച്ചു ചുരുട്ടും. ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ ഭയങ്കര സ്ത്രീവിരുദ്ധൻ. എല്ലാ സ്ത്രീകളെയും അവൻ പറയാം. അവന്റെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീ അവന് പറയാൻ പേടിയായതുകൊണ്ട് അവർ മാത്രം രക്ഷപ്പെട്ട് നിൽക്കുക. ഒരുപക്ഷെ അവൻ അത്തരക്കാരനായതുകൊണ്ടായിരിക്കും ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളെയും പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ അടിച്ച് ചുരുട്ടും. ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ. അങ്ങനത്തെ ചില സ്ത്രീവിരുദ്ധന്മാരെയും കാണാൻ ഇടയായിട്ടുണ്ട്. അതൊക്കെ ഒരു സംശയം, അയാളുടെ വീട്ടിലെ സ്ത്രീയോട് തീർക്കാൻ പറ്റാത്തത് മറ്റു സ്ത്രീകളിൽ പറഞ്ഞു തീർക്കുന്നതാവാൻ സാധ്യതയില്ലേ? അപ്പൊ തീർച്ചയായും അതാണ് അതിന്റെ സാധ്യത. പറയേണ്ട കാര്യമില്ല. പുറത്ത് ഭയങ്കര സ്ത്രീവിരുദ്ധനാണ്. സമൂഹത്തിലെ ഒരു സ്ത്രീയും അവനെ സംബന്ധിച്ച് നല്ലതല്ല. ഭൂമിയിലുള്ള എല്ലാ സ്ത്രീയെ മോശം പറയുന്ന ഒരുത്തൻ. അവന്റെ വീട്ടിലെ സ്ത്രീ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ത്രീ ഇവനെ അടിച്ച് ചുരുട്ടുന്ന എന്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഞാൻ. അത് ഭാര്യ പോലും അല്ല, ഒരു 3-4 കല്യാണം കഴിച്ച സ്ത്രീയോട് എതിരിടാൻ കഴിയാത്ത ആ നിസ്സഹായ അവസ്ഥയായിരിക്കാം അയാള് മറ്റു സ്ത്രീകളെ പറഞ്ഞു തീർക്കുന്നത്. സാധാരണ ചില എനിക്കത് തോന്നി. അല്ല, ഈ ഫെമിനിസ്റ്റുകൾ ഉണ്ടാകുന്നത് പുരുഷ ഉദ്ദേശവും വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ അവർ ചില പുരുഷന്മാരിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല സ്ത്രീകളും പുരുഷ വിദ്വേഷികളാകുന്നത്, ഇല്ലേ? അതുപോലെ ആ പുരുഷന് ആ വീട്ടിലെ സ്ത്രീയിൽ നിന്ന് അയാൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മറ്റു സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ടാവും. അത് ചിലപ്പോൾ അത് അയാളുടെ കുറ്റമല്ല, അയാളുടെ വീട്ടിലെ സ്ത്രീ അയാളെ ഡീൽ ചെയ്തതിന്റെ ഒരു കുഴപ്പമാണെന്നാണ് ഞാൻ കേട്ടപ്പോ. പക്ഷെ തീർച്ചയായും അങ്ങനെ ആയിരിക്കും അവൻ. പക്ഷെ അവന്റെ അമ്മയെ കുറിച്ച് ഭയങ്കരമായി പുകഴ്ത്തി 24 മണിക്കൂർ അമ്മയെ പുകഴ്ത്തുന്നവനാണ്. അത്തരത്തിൽ അമ്മയോട് ഏതെങ്കിലും ഒരു ആത്മാർത്ഥതയുള്ള ഒരുത്തനാണെങ്കിൽ ഒരു സ്ത്രീയോടും മോശമായി പെരുമാറില്ല. സ്ത്രീകൾ അവനോട് മോശമായി പെരുമാറില്ലേ മോശമായി പെരുമാറേണ്ട കാര്യമുള്ളൂ. ഇത് എല്ലാ സ്ത്രീകളെ പറ്റി മോശം പറയുന്ന ഒരുത്തൻ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയും സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ എപ്പോഴും നമ്മൾ കുട്ടികളെ ഒരു എഫക്റ്റീവ് പാരന്റിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യതയാണ്. കുട്ടികളെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. കുട്ടികളോട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയാണ്. അതുകൂടാതെ കുട്ടികളെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല കുട്ടികളെ ഇപ്പോൾ സ്പോർട്സിലേക്കോ ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടാക്കി കൊടുക്കുക. ഒന്നുകിൽ സ്പോർട്സ്, അല്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ എഴുത്ത്, ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയിലേക്ക് കുട്ടികളെ നയിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. കതിരിൽ കൊണ്ട വളം വെച്ചിട്ട് കാര്യമില്ല. ഈ കുട്ടികളെയൊക്കെ തിരിച്ചുകൊണ്ട് ഇപ്പൊ കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല കൗൺസിലിംഗ് സെന്റേഴ്സിലും ഡോക്ടർമാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വേറൊരു ടോപ്പിക്കാണ്. കേരളത്തിലെ കൗൺസിലിംഗ് സെന്റേഴ്സിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ് കൗൺസിലിംഗ് സെന്റേഴ്സ്. അപ്പൊ അതിനെക്കുറിച്ച് വേറൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യാം. ഏതായാലും ഈ അതെ, കൗൺസിലിംഗ് സെന്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ പാരന്റിംഗിൽ ഉപരി, അതായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ആക്റ്റീവായി ഇരിക്കുന്ന സമയം മുഴുവൻ ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്ന ഒരു കാര്യം, പണ്ട് കുട്ടികളെ തല്ലി പഠിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വരണം, വടിയെടുത്ത് അധ്യാപകർക്ക് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പൊ അധ്യാപകർ ഏത് രീതിയിലാണ് കുട്ടികളെ ഒരു ശരിയായ വഴിക്ക് നയിക്കുന്നതിൽ പരുവപ്പെടേണ്ടത് എന്നുള്ള വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ എത്താം.